63ാമത്തെ പദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സഹകാരി നിമിത്താനാം അഭാവേഹിന കാരണാത് കാര്യം ഭവേദന്യതിഥി ബാലൈരപ്യനുഭൂയതേ. സഹകാരി കാരണവും നിമിത്ത കാരണവും ഇല്ലാതെ ഒരു കാരണത്തിൽ നിന്ന് കാര്യം സംഭവിക്കുകയില്ല എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, ബാലന്മാർക്ക് പോലും അറിയാം. അപ്പോൾ ബുദ്ധിയുണ്ട് എന്ന് പരക്കെ എല്ലാവരും സമ്മതിച്ച മുതിർന്നവർ ഈ കാര്യം അംഗീകരിക്കാതിരിക്കുമോ? എല്ലാവരും അംഗീകരിക്കും. കുട്ടികൾ പോലും അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയവരും അംഗീകരിച്ചേ പറ്റൂ. 64ാമത്തെ പദ്യത്തിലേക്ക് കിടക്കാം. തന്മാത്രവേദനം ഭൂയ പൃഥ്വ്യാദീനാം ച കാരണം കിമസ്തി കഥ്യതാം ഛായാ കഥമാസ്തേ വദാതപേ. ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകളിൽ നിന്ന് ഉദ്ഭവിച്ചവയാണ്. പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഓരോരോ തന്മാത്രയിൽ നിന്നും ഓരോരോ ഭൂതങ്ങളും അതുപോലെ ഇന്ദ്രിയങ്ങളും ഉദ്ഭവിച്ചു. അതായത് തന്മാത്രകളെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അതിസൂക്ഷ്മങ്ങളാണ് ഈ തന്മാത്രകൾ. അപ്പോൾ ഭൂമി തുടങ്ങിയവ അതാതിൻ്റെ തന്മാത്രകളിൽ നിന്നുണ്ടായതാണ്. ഭൂമി ഉണ്ടായത് ഗന്ധതന്മാത്രയിൽ നിന്നാണ്. ജലമുണ്ടായത് രസതന്മാത്രയിൽ നിന്നാണ്. അഗ്നി ഉണ്ടായത് രൂപതന്മാത്രയിൽ നിന്നാണ്. വായു ഉണ്ടായത് സ്പർശതന്മാത്രയിൽ നിന്നാണ്. ആകാശമുണ്ടായത് ശബ്ദതന്മാത്രയിൽ നിന്നാണ്. ഇങ്ങനെ ഓരോരോ തന്മാത്രയിൽ നിന്നും ഓരോരോ ഭൂതങ്ങളും അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളും രൂപപ്പെട്ടു. ഈ തന്മാത്രകളെ ഒരു സൂക്ഷ്മ ബുദ്ധിക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. എന്നാലും ആ തന്മാത്ര മുതൽ ഇങ്ങോട്ട് ഭ്രമമാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ സങ്കല്പരൂപത്തിൽ അല്ലെങ്കിൽ ഭ്രമരൂപത്തിൽ പൊന്തിയതാണ്. ആ തന്മാത്രകളാണ് ഭൂമി മുതലായ ഭൂതങ്ങൾക്ക് കാരണം. കിമസ്തി കഥ്യതാം ഛായാ കഥമാസ്തേ വദ ആതപേ. നിങ്ങൾ ഒരു കാര്യം എന്നോട് പറയൂ എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയൂ. വെയിലുള്ള സ്ഥലത്ത് നിഴൽ കാണുമോ? നിഴലുള്ള ഇടത്ത് വെയിലുണ്ടാവുമോ? വെയില് ഏതെങ്കിലും വസ്തുക്കളാൽ അല്ലെങ്കിൽ വ്യക്തികളാൽ തടസ്സപ്പെടുമ്പോഴാണ് അവിടെ നിഴൽ കാണുന്നത്. നിഴൽ വീഴുന്ന സ്ഥലത്ത് വെയിലുണ്ടാവില്ല. വെയിൽ വീഴുന്ന സ്ഥലത്ത് നിഴലും ഉണ്ടാവില്ല. വെയിലിനെ അല്ലെങ്കിൽ പ്രകാശത്തെ മറ്റെന്തെങ്കിലും തടസ്സപ്പെടുത്തുമ്പോൾ അപ്പോഴാണ് ഈ നിഴൽ എന്നുള്ളത് കാണപ്പെടുക. ആതപേ ഛായ കഥമാസ്തേ വദ. ആതപം വെയിൽ. വെയിലുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഛായ അല്ലെങ്കിൽ നിഴൽ കാണപ്പെടുന്നത്? ഒന്ന് പറയൂ. ശുദ്ധബോധത്തിൽ സങ്കല്പം എങ്ങനെ ഉണ്ടാവും? സങ്കല്പം ചലനാത്മകമാണ്, ചലിക്കുന്നതാണ്. നിശ്ചലതയിൽ നിന്ന് ചലനം എങ്ങനെ ഉണ്ടാവും? ഉണ്ടാകാനുള്ള സാധ്യതയേ ഇല്ല. സൂര്യനിൽ നിന്ന് ഇരുട്ടോ, ഇരുട്ടിൽ നിന്ന് സൂര്യനോ, നിഴലുള്ള സ്ഥലത്ത് വെയിലോ, വെയിലുള്ള സ്ഥലത്ത് നിഴലോ, ബോധമുള്ള സ്ഥലത്ത് ജഡമോ, ജഡമുള്ള സ്ഥലത്ത് ബോധമോ ഉണ്ടാവാൻ പറ്റില്ല. ജഡത്തിൻ്റെ അനുഭവം ബോധത്തിലാണ് അധിഷ്ഠിതം. പക്ഷേ ബോധത്തിൽ ജഡം എന്ന ഒരു പ്രതിഭാസം ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല. കാരണം വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയവയാണ് ജഡബോധങ്ങൾ. ഇരുട്ടും വെളിച്ചവും പോലെ, ചൂടും തണുപ്പും പോലെ, അമ്മായിയമ്മയും മരുമകളും പോലെ. അല്ല, അത് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അതുകൊണ്ടാണ് ആ ഉദാഹരണം പറഞ്ഞത്. വിരുദ്ധ സ്വഭാവങ്ങൾ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പോലെ. അവ തമ്മിൽ ചേർന്ന് നിൽക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ഒരു ദിക്കിൽ എങ്ങനെ ഒത്തുവാഴും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ചോദിക്കുന്നത്. ഏത് കൃതിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ദിക്കിൽ ജഡബോധങ്ങൾ എങ്ങനെയാണ് ഒത്തുവാഴുക? പരസ്പര വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയവയാണല്ലോ ഇവ രണ്ടും. അതുകൊണ്ട്
ബോധത്തിൽ തന്മാത്രകൾ, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ, അല്ലെങ്കിൽ ബോധത്തിൽ ബോധമല്ലാത്ത ഒന്ന് എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവാനുള്ള സാധ്യതയേ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ സൃഷ്ടിക്രമമൊക്കെ ബാലന്മാർക്ക് വേണ്ടി വെറുതെ നമ്മുടെ മഹർഷിമാർ പറഞ്ഞു വെച്ചതാണ് എന്ന് മനസ്സിലാക്കണം. ജഗദ്വേദനത്വാദപി ചിതോന ജഗത്കാരണത്വം. ജഗത്തിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ, പ്രപഞ്ച വസ്തുക്കളെ അറിയുന്നത് ബോധമാണ്. അങ്ങനെ ജഗത്തിനെ ചിത്ത് എങ്ങനെ അറിയുന്നത്? ജീവരൂപത്തിൽ അറിയുന്നു. ബ്രഹ്മത്തിന് ഈ പ്രപഞ്ചം എന്നൊന്ന് തന്നിലുണ്ട് എന്നുള്ള അനുഭവം ഇല്ലേ ഇല്ല. ബോധത്തിൻ്റെ മറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ സ്വരൂപം മറയുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ ജീവഭാവം. ആ ജീവന്മാരാണ് ജഗത്തിനെ ഉണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്. ഇങ്ങനെ ചിത്ത് ജഡത്തെ അറിയുന്നുണ്ടെങ്കിലും ആ ചിത്ത് ജഗത്തിൻ്റെ കാരണമാവാൻ പറ്റില്ല. കാരണം ജഗത്ത് മിഥ്യയാണ്. മിഥ്യയായ ഒന്നിന് സത്യസ്വരൂപമായ ബോധം എങ്ങനെ കാരണമാകും? സത്യത്തിൽ നിന്ന് മിഥ്യയോ മിഥ്യയിൽ നിന്ന് സത്യമോ ഉണ്ടാവാൻ വയ്യ. ഘടവേദനെ ഘടകാരണത്വ അഭാവദർശനാദിത്യ. അറിയുന്നവൻ, അറിയപ്പെടുന്നത്, ഇവ രണ്ടും ഒന്നാവാൻ പറ്റില്ല. അറിയുന്നവനിൽ നിന്ന് അറിയപ്പെടുന്നതോ അറിയപ്പെടുന്നതിൽ നിന്ന് അറിയുന്നവനോ ഉണ്ടാവാൻ പറ്റില്ല. ദൃഗ് ദൃശ്യ വിവേകം. ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ചെറിയ കൃതിയാണ് ദൃഗ് ദൃശ്യ വിവേകം. ദൃക്ക് കാണുന്നവൻ, അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ, ബ്രഹ്മം എന്നർത്ഥം. ദൃശ്യം കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത്, ജഡം എന്നർത്ഥം. ജഡബോധങ്ങൾ ഒരിക്കലും ചേർന്ന് നിൽക്കില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്ന് ആവിർഭവിക്കാനും വയ്യ. ഏതുപോലെ ഘടവേദനെ ഘടകാരണത്വ അഭാവദർശനാദിത്യാഹ. ഘടത്തെ അറിയുന്നവൻ, ഘടം കുടം, കുടത്തെ അറിയുന്നവൻ ഒരിക്കലും കുടമാവാൻ പറ്റില്ല. കുടത്തെ അറിയുന്നവനിൽ നിന്ന് കുടം എന്നൊരു വസ്തു ഉണ്ടാവാനും പറ്റില്ല. കുടം അറിയുന്നവൻ്റെ ഒരു ഭ്രമം മാത്രം. കുടം എന്നുള്ളത് ഒരു നാമരൂപത്തെ ഉദാഹരണമാക്കി പറഞ്ഞു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, ബ്രഹ്മത്തിലെ വെറും നിഴൽ രൂപങ്ങൾ, കഴമ്പില്ലാത്ത കാഴ്ചകൾ. ഇത് ചിന്തിച്ചുറപ്പിക്കുക. പറ്റുമെങ്കിൽ മതി. ഒരു നിർബന്ധവുമില്ല, ഒരത്യാവശ്യവുമില്ല. ഇതൊക്കെ എന്തിന്? കിടക്കുകയല്ലേ സമയം, ഇഷ്ടം പോലെ, പിന്നെ നോക്കാം എന്നാണ് അഭിപ്രായമെങ്കിൽ വളരെ സന്തോഷം. പതുക്കെ മതി. അവസാനം യമധർമ്മൻ കയറിൻ്റെ കുരുക്ക് കഴുത്തിലെറിയുമ്പോൾ ഇതൊന്നും ഓർമ്മ വരില്ല. അതും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ആ സമയത്ത് ഇതൊക്കെ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന സമയമാണ്. ഉള്ളിലേക്ക് പോയ ശ്വാസം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടേ പുറത്തു വരത്തുള്ളൂ. വലിക്കുന്ന സമയമാണ് എന്നർത്ഥം. വലിപ്പ് അറിയാലോ. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളെ പേടിപ്പിച്ച് വേദാന്തികളാക്കി മാറ്റണമെന്ന് എനിക്ക് ഒരു താല്പര്യവുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ രംഗത്തിലേക്ക് കടന്നു വരണം. അതാണ് വേണ്ടത്. മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തുന്നത് പോലെ നമ്മൾ കത്തി ചുഴറ്റി ഭീഷണിപ്പെടുത്താറില്ല. നിങ്ങളൊക്കെ നശിച്ചുപോകും ഇതിൽ വിശ്വസിച്ചില്ലെങ്കിൽ, ഞങ്ങളുടെ മതത്തിൽ, ഞങ്ങളുടെ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യം കട്ടപ്പോക. അങ്ങനെയൊന്നും നമ്മൾ പേടിപ്പിക്കാറില്ല. പേടിപ്പിക്കേണ്ട കാര്യമില്ല. വിവേകികൾ മാത്രം ഇങ്ങോട്ട് കടന്നു വന്നാൽ മതി. അവിവേകികൾ അവരുടെ ജീവിതം ജീവിച്ചോട്ടെ. അവർ പല പ്രാവശ്യം വരും, പല പ്രാവശ്യം പോകും. കിള്ളിപ്പാലത്ത് പണ്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ശിവ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. പഴയ സിനിമകൾ മാത്രം വരും. പഴയ തമിഴ് സിനിമകളാണ് അവിടെ വരുന്നത്. ഒരേ സിനിമ തന്നെ വീണ്ടും വീണ്ടും വരും. ഒരു ഹൗസ് ഫുള്ളൊന്നും ആവത്തില്ല, പകുതി ആൾക്കാരുണ്ടാവും. ചിലതിനൊക്കെ 25-30 പേരെ ഉണ്ടാകത്തുള്ളൂ. പഴയ സിനിമകൾ വരും പോകും.
ഇതുപോലെയാണ് അജ്ഞാനികൾ ഈ ലോകത്ത് വരികയും പോവുകയും ചെയ്യുന്നത്. കാര്യമൊന്നുമില്ല, അവരുടെ ജീവിതം കൊണ്ട് അവർക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും പ്രയോജനമില്ല. അങ്ങനെ ധരാ വിവരലഗ്നാനാം കീടാനാം സമതാം ഗതാഹ. ഭൂമിയുടെ ഉള്ളിൽ കഴിയുന്ന കൊച്ചു കൊച്ചു കൃമികീടങ്ങളെ പോലെ എത്രയോ എണ്ണം ഉണ്ടാകുന്നുണ്ട്, എത്രയോ എണ്ണം മരിച്ചു പോകുന്നുണ്ട്. കോടിക്കണക്കിന് ജനിച്ച് മരിച്ചു കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടോ? ഇതുപോലെ ഈയാമ്പാറ്റകളെ പോലെ ഈ ലോകത്ത് വന്നു പോകുന്ന അജ്ഞാനികളെക്കുറിച്ച് വേദാന്തത്തിന് വിശേഷിച്ച് ഒന്നും പറയാനില്ല. അവർ വരും പോവും, അത്രയേ ഉള്ളൂ. കുറേ നിഴൽ രൂപങ്ങൾ വരും പോകും. എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ. എന്നാൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന് വന്നു, എന്തിനു ജീവിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ഒരു ഐഡിയയും ഇല്ല. ഐഡിയ സ്റ്റാർ സിംഗർ മാത്രമേ ഉള്ളൂ. ഒരാശയവുമില്ല. എന്തിനാണ് ജീവിക്കുന്നത്? നിലാവത്ത് ഇറങ്ങി നടക്കുന്ന കോഴിയെ പോലെയാണ്. അങ്ങനെ ഒരു ചൊല്ലില്ലേ, നിലാവിൽ ഇറങ്ങി നടക്കുന്ന കോഴി, നിലാവിൽ അഴിച്ചുവിട്ട കോഴി. അതാ കാരണം അതിനെ കൂട്ടിനകത്ത് അടച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കോഴികളെ പോലെ അലഞ്ഞു നടക്കരുത്. എന്തിനു വന്നു, എന്താണ് ജീവിതം, ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം. ഘടവേദനെ ഘടകാരണത്വ അഭാവദർശനാദിത്യാഹ. കുടത്തെ അറിയുന്നവൻ കുടത്തിൻ്റെ കാരണമാകാൻ പറ്റില്ല. കുടം എന്നൊന്ന് അറിയുന്നവൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. കുടത്തിന് താൻ കുടമാണ് എന്നുള്ള അറിവില്ല. അതുകൊണ്ട് അത് ശുദ്ധ ജഡമാണ്. പക്ഷേ ഇത് കുടമാണ് എന്നറിയുന്ന ഒരുവൻ, അവൻ ജഡമാവാൻ പറ്റില്ല. കാരണം അറിവ് ബോധത്തിനു മാത്രം സ്വന്തം. അറിവ് സ്വരൂപമായിട്ടുള്ളതാണ് ബ്രഹ്മം. പ്രജ്ഞാനം ബ്രഹ്മ. തൻ്റെ ഉണ്മയെ അറിയാൻ കഴിവുള്ളതിന് മാത്രമേ മറ്റുള്ളവയുടെ ഉണ്മയെയും അറിയാൻ കഴിയൂ. മറ്റുള്ളതിനെ അറിയുന്നതിന് മുമ്പ് താനുണ്ട് എന്നറിയണം. സ്വയം ഉണ്ട് എന്നറിയാൻ കഴിവുള്ള ഒരേ ഒരു തത്വം ഈ ആത്മതത്വമാണ്. അതൊഴിച്ച് മറ്റുള്ളതെല്ലാം ജഡങ്ങൾ, നിർജീവ വസ്തുക്കൾ, അചേതനങ്ങൾ, കല്ലും മണ്ണും കട്ടയും പോലെ. ഈ പ്രപഞ്ചം അചേതനമാണ്. ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്നറിയുന്ന കുറേ ജീവികളുണ്ട്, മനുഷ്യരുൾപ്പെടെ. അവരെല്ലാം ചേതനന്മാരുമാണ്. അവരുടെ ഉള്ളിൽ അവരെ അറിയാൻ സഹായിക്കുന്ന ഘടകം ഈ ബോധമാണ്. ഞാനുണ്ട് എന്ന് അത് സദാ ഓരോ ശരീരത്തിലും പ്രകാശിച്ചു വിളങ്ങുന്നു. അതിനെ കണ്ടെത്താതെ മറ്റു കാര്യങ്ങളുടെ പുറകെ പോകുന്നവനെ എങ്ങനെ വിവേകി എന്ന് കരുതാൻ പറ്റും? അവരൊക്കെ അവിവേകികളാണ്, ജീവിതത്തെ പാഴാക്കി കളയുന്നവർ, ജീവിതത്തിന് മനുഷ്യജന്മത്തിൻ്റെ മഹത്വം തിരിച്ചറിയാത്തവർ എന്നല്ലാതെ അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഭാഗ്യഹീനർ, നിർഭാഗ്യവാന്മാർ. കത്തിക്കുന്നത് കത്തിക്കപ്പെടുകയില്ല. അഗ്നിയാണ് എല്ലാറ്റിനെയും കത്തിക്കുന്നത്. അഗ്നിയെ കത്തിക്കുന്ന മറ്റൊന്നില്ല. ഉണ്ടോ? അഗ്നിയെ കത്തിക്കണം. അഗ്നിയെ വെള്ളമൊഴിച്ച് കെടുത്തുക എന്നുള്ളത് ശരി. അഗ്നിയെ കത്തിക്കുന്ന മറ്റൊന്നുണ്ടാവാൻ പറ്റില്ല. കത്തിക്കപ്പെടുന്നത് അഥവാ ഇന്ധനം എന്നുള്ള അർത്ഥത്തിലാണ് ദാഹ്യം എന്ന വാക്ക് സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത്. ദഹിപ്പിക്കുന്നവൻ ദാഹകൻ, അതായത് അഗ്നി എന്നർത്ഥം. ദഹിപ്പിക്കുന്നതൊന്നുണ്ട്, ദഹിപ്പിക്കപ്പെടുന്നതൊന്നുണ്ട്. ദഹിപ്പിക്കുന്നവൻ ദഹിപ്പിക്കപ്പെടുകയില്ല. ദഹിപ്പിക്കപ്പെടുന്ന ഒന്ന് ദഹിക്കുന്നവനും ആവില്ല. കാണുന്നവൻ വേറെ, കാണപ്പെടുന്നത് വേറെ. എപ്പോഴും ഇവ രണ്ടും വിലക്ഷണങ്ങളായിരിക്കും. ദൃഗ്ദൃശ്യവും പദാർത്ഥേ ദ്വേ പരസ്പര വിലക്ഷണവും. ദൃഗ് ബ്രഹ്മ ദൃശ്യം മായേതി വേദാന്ത ഡിണ്ടിമഹ. വേദാന്തത്തിൻ്റെ പെരുമ്പറ ഘോഷം ദൃഗ് ദൃശ്യം. ഈ രണ്ട് ഘടകങ്ങളെ വിചാരം ചെയ്യാൻ കഴിവുള്ള ഒരാളുടെ മുന്നിലുള്ളൂ. ദൃഗ് ദൃശ്യം.
ഇവ രണ്ടും പരസ്പര വിലക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവയുടെ സ്വഭാവങ്ങൾക്ക് തമ്മിൽ ഒരു ചേർച്ചയുമില്ല, ഒരു സാമ്യവുമില്ല. തികച്ചും വിരുദ്ധ സ്വഭാവങ്ങളോട് കൂടിയവയാണ് ദൃക്കും ദൃശ്യവും. ദൃക്ക് എന്ന് പറയുന്നത് എവിടെയും ബ്രഹ്മമായിരിക്കും, ദൃശ്യം എന്ന് പറയുന്നത് ജഡവുമായിരിക്കും. ബ്രഹ്മം ജഡമാകാനോ ജഡം ബ്രഹ്മമാകാനോ സാധ്യമല്ല. അറിയുന്നവൻ അറിയപ്പെടുകയില്ല, അറിയപ്പെടുന്നത് അറിയുന്നവനാവാനും പറ്റില്ല. എല്ലാം ഒന്നെന്ന് ആദ്യം ഇങ്ങനെ വേർതിരിച്ചറിഞ്ഞ് ആത്മജ്ഞാനം നേടിയതിന് ശേഷം അയാൾക്ക് മാത്രമാണ് എല്ലാം ഒന്നാവുന്നത്. അതുവരെ ഒന്ന് എന്നുള്ള വാക്ക് വാ കൊണ്ട് ഉച്ചരിക്കാം. ഒന്നല്ല, 1, 2, 3 എന്നൊക്കെ ഉച്ചരിക്കാം, ദോഷമൊന്നുമില്ല. എല്ലാം ഒന്ന് എന്നുള്ള അറിവ് ആരാണ് നേടുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം വിവേചിച്ചറിയണം. ജഡബോധങ്ങൾ ഇങ്ങനെ 2 വിശകലനത്തിൻ്റെ പ്രാരംഭദശയിലുണ്ട്. ആ ജഡബോധങ്ങളെ, അതായത് ലോകത്തുള്ള അനന്ത കോടി ദൃശ്യങ്ങളെ 2 വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം. ദൃക്ക്, ദൃശ്യം. ജീവനുള്ളവയെല്ലാം ദൃക്കുകൾ, ജീവനില്ലാത്തവയെല്ലാം ദൃശ്യങ്ങൾ. ഇവിടെ ദൃക്കെന്ന് പറയുന്നത് എപ്പോഴും ബ്രഹ്മമായിരിക്കും, ദൃശ്യമെന്ന് പറയുന്നത് ജഡവുമായിരിക്കും. ഇവ പരസ്പര വിലക്ഷണങ്ങളാണ്. അതായത് സ്വഭാവത്തിൽ ഒരു തരത്തിലും സാമ്യമില്ല. ജഡത്തിനും ബോധത്തിനും പൊതുവായ ഒരു ഗുണം ഒരിക്കലും ഉണ്ടാവില്ല. ബോധത്തിനുള്ള ഗുണം ജഡത്തിനില്ല, ജഡത്തിനുള്ള സ്വഭാവം ബോധത്തിനില്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളാണ്, പ്രകാശ തമസ്സുകളെപ്പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ. അപ്പം ഘടത്തെ അറിയുന്നവൻ ഘടകാരണത്വ അഭാവ ദർശനാത്, ഘടത്തെ അറിയുന്ന അറിവിൽ ആ അറിവ് ഘടത്തിന് കാരണമാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കുടത്തെ ഉണ്ട് എന്നറിയുന്നത്, എന്തിനേയും ഉണ്ടെന്നറിയുന്നത് ബോധമാണ്, ബ്രഹ്മമാണ്. അറിവ് ബോധത്തിൻ്റെ കുത്തകയാണ്. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. അറിവ്, അനുഭവം ഇതൊക്കെ ബോധത്തിനു മാത്രം സ്വന്തം. അന്തിമമായ വിശകലനത്തിൽ അറിവ് വേറെ, അനുഭവം വേറെ ഇല്ല. അറിവ് തന്നെയാണ് അനുഭവം, അനുഭവം തന്നെയാണ് അറിവ്. പക്ഷേ ഈ 2 വാക്കുകൾ നമ്മൾ വ്യത്യസ്ത അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അന്തിമമായി അറിവും അനുഭവവും ഒന്ന് തന്നെ. അപ്പോൾ ഘടത്തെ അറിയുന്നു, ഘടത്തെക്കുറിച്ചുള്ള അറിവിൽ, അല്ലെങ്കിൽ ആ അറിവ് ഘടത്തിൻ്റെ കാരണമാവാൻ പറ്റില്ല. കുടത്തെ ഉണ്ടാക്കിയത് മായയാണ്. മായാജന്യമായ കുടത്തെ ഉണ്ടെന്നറിയുന്നത് ചിദംശമായ ജീവനാണ്. ഈ ജീവൻ ഉണ്ടാക്കിയതല്ല ആ കുടം. ഈ പ്രപഞ്ചം ജീവന്റെ സൃഷ്ടിയല്ല, മായയുടെ സൃഷ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ് എന്നർത്ഥം. മായയുടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ മായ എന്നൊന്ന് എവിടെയോ ഉണ്ട്, ആ മായ സൃഷ്ടിച്ചതാണ് ഈ ലോകം എന്നൊന്നും കരുതണ്ട. അപ്പോൾ ഘടത്തെ അറിയുന്നവനിൽ, അല്ലെങ്കിൽ കുടം ഉണ്ട് എന്നുള്ള അറിവ് കുടത്തിൻ്റെ കാരണമാവാൻ പറ്റില്ല. തത്ര കുലാലവേദനസ്യ ഘടകാരണത്വ ദർശനാത് വ്യഭിചാരമാശങ്ക്യ മാത്രപദം. ശരി, കുടത്തെ ഉണ്ട് എന്ന് കുലാലൻ അല്ലെങ്കിൽ കൊശവൻ അറിയുന്നു. അറിയുന്ന കുലാലൻ അറിയപ്പെടുന്ന കുടത്തിൻ്റെ കാരണമാവാൻ പറ്റില്ല. പക്ഷേ കുലാലനാണ് കുടം ഉണ്ടാക്കുന്നത്. അങ്ങനെ വിചാരിച്ചൂടെ എന്ന് പറഞ്ഞാൽ അതൊരു ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. കുലാലൻ കുടം ഉണ്ടാക്കുന്നത് പോലെ അല്ല ദൈവം പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവമാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതല്ലേ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ദൈവം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സങ്കല്പത്തിലൂടെ, മായാശക്തിയുടെ സഹായത്തോടുകൂടെ. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. ഇല്ലാത്തതിൻ്റെ സഹായത്തോടുകൂടി ഉള്ള ഒന്നിനെ ആരുണ്ടാക്കും? ചിന്തിച്ചു നോക്കൂ. ഇല്ലാത്ത ഒന്നിൻ്റെ സഹായത്തോടുകൂടി ഉള്ള ഒന്നിനെ ആർക്കുണ്ടാക്കാൻ കഴിയും? ഉള്ള ഒന്നിനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിടിയിട്ടില്ല. ഇല്ല. തലയാട്ടിയത് കൊണ്ട് ഞാൻ സമ്മതിച്ചു തരില്ല.
ഉള്ള ഒന്നിനെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആൾറെഡി ഉള്ളതാണത്, അതിന് ഇനി എന്തിനാ ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ഉള്ളതിനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇല്ലാത്തതിനെ ഉണ്ടാക്കിക്കൂടെ? ഇല്ലാത്തതിനെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇല്ലാത്തത് എന്നും ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെ ആര് വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ല. സർവേശ്വരൻ വിചാരിച്ചാൽ പോലും ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും ആ മായാ സൃഷ്ടിയുടെ പുറകിൽ ഉള്ള ഒന്നുണ്ടാവണം. ആ ഒന്ന് പലതെന്ന പോലെ മാറി അതിന് ഈശ്വരൻ്റെ സങ്കല്പം കാരണമായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ ശൂന്യതയിൽ നിന്ന് PC സർക്കാരും പ്രൊഫസർ ഭാഗ്യനാഥും ഒക്കെ മാജിക്കിലൂടെ ഓരോന്നുണ്ടാക്കുന്നത് പോലെ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടില്ല. മാജിക് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കൺകെട്ട് വിദ്യയാണ്. അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. ശൂന്യതയിൽ നിന്ന് എന്തിനെങ്കിലും സൃഷ്ടിക്കാൻ പറ്റുമോ? കൈ ഇങ്ങനെ വീശുമ്പോൾ കയ്യിൽ എന്തോ ഒരു സാധനം, പൂവോ വേറെന്തോ ഒരു സാധനം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അയാൾ കബളിപ്പിക്കുകയാണ്. നിങ്ങളുടെ കണ്ണ് കെട്ടുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറന്നാണ് ഇരിക്കുന്നത്. കണ്ണുകൾ തുറന്നിരിക്കവേ തന്നെ നിങ്ങളുടെ കണ്ണിനെ അയാൾ മറച്ചു കളയുന്നു. അതാണ് മാജിക്, അതാണ് ഇന്ദ്രജാലം. ഇതുപോലെ അതിഭീകരമായ ഒരു ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം എന്ന് തിരിച്ചറിയുക. ആരാണ് ഐന്ദ്രജാലികൻ? നമ്മുടെ തന്നെ ഉള്ളിലുള്ള മനസ്സ്. ഇവനാണ് യഥാർത്ഥ കുറ്റവാളി, ഇവനാണ് കള്ളൻ. ജനക മഹാരാജ ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഇങ്ങനെ ഈ ആത്മതത്വത്തെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു വെളിപാടുണ്ടായി. ഈ മനസ്സാണ് എല്ലാറ്റിനും കാരണം. ഈ പ്രപഞ്ചത്തെ ഇത്ര സത്യമാക്കി തീർക്കുന്നത് ഈ മനസ്സാണ്. അത് എൻ്റെ തന്നെ ഉള്ളിലുള്ള ഒന്നാണ്. അവനെ ഞാനിതാ കയ്യും കളവുമായി പിടികൂടിയിരിക്കുന്നു. അദ്ദേഹം വിളിച്ചു കൂവിയെന്നാണ്, ദൃഷ്ടശ്ചോരഹ ദൃഷ്ടശ്ചോരഹ, കള്ളനെ കണ്ടുപിടിച്ചേ. നമ്മൾ മാത്രം ഈ കള്ളനെ കണ്ടുപിടിക്കാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. കള്ളൻ ഉള്ളിലല്ല, കള്ളൻ കപ്പലിൽ തന്നെ. അതായത് പുറമേ നിന്ന് ആരും വന്ന് നമ്മെ നശിപ്പിക്കുന്നില്ല. നമ്മുടെ സ്വസ്ഥത പുറമേയുള്ളവരല്ല നശിപ്പിക്കുന്നത്, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ചലനാത്മകമായ മനസ്സാണ് നമ്മളുടെ അസ്വസ്ഥതയ്ക്കും പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും സകലതിനും മൂലകാരണം. ഈ സത്യം വിചാരത്തിലൂടെ തിരിച്ചറിയുമ്പോൾ ഈ കള്ളൻ പമ്പ കടന്ന് ശബരിമലയും കടന്ന് അതിനപ്പുറത്തേക്ക് പോകുമോ? ചില കാര്യങ്ങളെ നമ്മൾ വേണ്ടവണ്ണം അറിയുക എന്നുള്ളതിനേക്കാളും തിരിച്ചറിയുക എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. തിരിച്ചറിയുക, റെക്കഗ്നിഷൻ, തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അറിവുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് നമുക്കില്ലാത്തത്. ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, അത് ആത്മാവിൻ്റെ പ്രകടനമാണ് എന്ന ഒരു വസ്തുത മാത്രമാണ് നമ്മൾ അറിയാതെ പോയത്. അതൊന്ന് അറിഞ്ഞേക്കൂ. ആത്മാവിനെ എവിടുന്നോ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഓരോ ജീവിയുടെയും ഉള്ളിൽ സദാ ഞാൻ എന്ന് പ്രകാശിക്കുന്ന ആ അനുഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ പരമാത്മാവ്. ചിത്യജിതവസ്ഥാന അയോഗാദപി ചിതോന കാരണതേത്യാശയേനാഹ ഛായേതി. ചിത്ത് അജിത്തിന് കാരണമാവില്ല. അജിത്ത് ജഡം, ചിത്ത് ബോധം. ബോധം ജഡത്തിന് കാരണമാവില്ല. ബോധത്തിൽ നിന്ന് ജഡം ഉണ്ടാവാൻ പറ്റില്ല എന്നർത്ഥം. ജഡത്തിൽ നിന്ന് ബോധം ഉണ്ടായിക്കൂടെ? അതാണ് ചാർവാകമതം. ജഡങ്ങളുടെ സംഘാതത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നു. എത്ര ജഡപദാർത്ഥങ്ങൾ ചേർന്നാലും അതിൽ നിന്ന് ബോധത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാവാൻ പറ്റില്ല. 100 പൂജ്യങ്ങൾ ചേർന്നാൽ ഒന്നാവോ? ഒന്ന് പോട്ടെ, അരയോ കാലോ അരയ്ക്കാലോ എങ്കിലും ആവുമോ? ആവില്ല. മൂല്യമില്ലാത്തതാണ് പൂജ്യം. പൂജ്യം എന്നുള്ളത് വിലയില്ലാത്ത ഒരു സംഖ്യയാണ്, ശൂന്യതയെ സൂചിപ്പിക്കുന്നതാണ്. ഒന്നുമില്ലാത്തതിൻ്റെ
സൂചകമാണ് ഈ പൂജ്യം. ആ പൂജ്യം കോടിക്കണക്കിന് എത്ര ചേർന്നാലും അത് ഒന്നുമാവില്ല. ഒന്നുമില്ലാത്ത പൂജ്യം എത്ര എണ്ണം ചേർന്നാലും ഒന്നുമാവില്ല. അതുപോലെ എത്ര ജഡപദാർത്ഥങ്ങൾ സമ്മേളിച്ചാലും അവിടെ ബോധത്തിൻ്റെ ഒരു കണിക പോലും ഉദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബോധത്തിൽ നിന്ന് ജഡമുണ്ടായി എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ജഡത്തെപ്പോലും ഉണ്ടെന്നറിയുന്നത് ബോധമാണ്. ബോധത്താൽ അറിയപ്പെടുന്ന ജഡം എങ്ങനെ ജഡത്തിൽ നിന്ന് ഉദ്ഭവിക്കും? അറിയുന്നവനാണ് ആദ്യം, അറിയപ്പെടുന്നത് പിന്നീടാണ്. അറിഞ്ഞവൻ ഉദ്ഭവിച്ചതിന് ശേഷമേ അറിയപ്പെട്ടവ ഉണ്ടാവത്തുള്ളൂ. ഉണ്ടായവ എന്ന് പറഞ്ഞാൽ അവ എല്ലാം ജഡങ്ങളാണ്. ബോധം ഉണ്ടാകാത്ത ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്നും ഉള്ള ഒന്നാണ്. ആ ബോധത്തിൽ ആണ് അറിയപ്പെടുന്ന ജഡദൃശ്യങ്ങൾ പൊന്താൻ സാധ്യതയുള്ളത്. പക്ഷേ വാസ്തവത്തിൽ പൊന്താൻ പറ്റില്ല. ഭ്രമരൂപത്തിലേ അവയ്ക്ക് നിലനിൽപ്പുള്ളൂ. എന്തായാലും ദൃശ്യത്തേക്കാൾ മേലെയാണ് ദ്രഷ്ടാവിൻ്റെ സ്ഥാനം. അതുകൊണ്ട് ദ്രഷ്ടാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദൃശ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദ്രഷ്ടാവിൽ നിന്ന് അകന്നു പോകേണ്ടതായി വരും. കാരണം അയാളുടെ ശ്രദ്ധ ബഹിർമുഖമായിരിക്കുന്നു. ശ്രദ്ധയെ ഉള്ളിലേക്കാണ് തിരിക്കേണ്ടത്. ഉള്ളിലെന്ന് പറഞ്ഞാൽ ഏതിനെ ആസ്പദമാക്കിയായിട്ട് ആണ് ഈ ഉള്ള വെളി എന്നുള്ള വാക്ക് ഈ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്നത്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? അകം പുറം ശരീരമാണ്. ഈ ശരീരമാകുന്ന ഫ്രെയിം, ഈ ചട്ടക്കൂടിനെ ആസ്പദമാക്കിയാണ് അകത്ത് പുറത്ത്. മനസ്സ് എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, പ്രപഞ്ചം ശരീരത്തിന് പുറത്ത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മൾ ഈ ശരീരമാണ് എന്നുള്ള ധാരണ വളരെ ഉറച്ചു പോയിരിക്കുന്നു, അതിശക്തമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നൊക്കെ പറയുന്നത്. ഉള്ളിലും പുറത്തും ഒന്നും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട. ശ്രദ്ധ ആത്മാവിലാവട്ടെ. ഈ ആത്മാവ് അകത്തോ പുറത്തോ ഉള്ള ഒന്നല്ല, അകത്തും പുറത്തും ഉള്ള ഒന്നാണ്. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. അകത്തോ പുറത്തോ ഉള്ള ഒന്നല്ല ഈ ആത്മാവ്. നേരെ മറിച്ച് അകത്തും പുറത്തും ഉള്ള ഒന്നാണ്. എന്തിൻ്റെ അകത്തും പുറത്തും? ശരീരത്തിൻ്റെയും ഏതൊരു വസ്തുവിൻ്റെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ് ഈ ആത്മാവ്. ഒരു വസ്തുവിൻ്റെ അകവും പുറവും മറ്റൊന്ന് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഇല്ല, രണ്ടാമത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. വീടിൻ്റെ അകത്തും പുറത്തും ആകാശം വ്യാപിച്ചിരിക്കുന്നു, സ്ഥലം ഇടം വ്യാപിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീടായി കാണപ്പെടുന്നത് ആകാശമാണ്. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലും വെളിയിലും ആത്മാവ് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇത്രമാത്രം: പ്രപഞ്ചം എന്നൊന്നില്ല. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ഈ ബോധതത്വമാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം എന്നാണ് ഗുരുദേവൻ ആത്മതത്വത്തെ വിശേഷിപ്പിച്ചത്. ദൈവദശകമല്ലേ അത്? ദൈവദശകത്തിൽ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. ഈ ദൈവത്തെ നമ്മൾ എവിടെയാണ് അന്വേഷിക്കുന്നത്? അമ്പലങ്ങളിൽ, തീർത്ഥക്ഷേത്രങ്ങളിൽ, മലമുകളിൽ, കടലിൻ്റെ അടിയിൽ. ഇവിടെയൊക്കെയാണോ ദൈവം ഉള്ളത്? അപ്പോൾ ഇവിടെ ഒന്നും ദൈവമില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇതൊക്കെ ദൈവമാണ്. ദൈവത്തെ കാണാനായി മെനക്കെട്ട് ഇവിടുന്ന് കാശും ചെലവാക്കി വണ്ടി കയറി എന്തിന് കഷ്ടപ്പെടുന്നു ഈ വയ്യാത്ത കാലത്ത്? വയസ്സ് കുറേ ആയില്ലേ? നടുവേദന, ഗ്യാസ്, പ്രമേഹം, രക്തസമ്മർദ്ദം, ഈ 100 രോഗങ്ങളും വെച്ചോണ്ട്
അവിടെ ഇവിടെയൊക്കെ ഈ വയസ്സുകാലത്ത് ഓടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഈശ്വരനെ കാണണമല്ലേ? ഇതാ, ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരൊന്നും അല്ല, എന്നാലും പറയാം. ഇതാ, ഇത് ഈ സാധനം കണ്ടില്ലേ? ഇത് അരി വാങ്ങിച്ചു തന്ന, ഞാൻ സ്വന്തമായിട്ട് പണം കൊടുത്ത് വാങ്ങിച്ചതല്ല, അരി വാങ്ങിച്ചു തന്ന ഒരു ചെറിയ ടൈം പീസാണ്. ഓക്കെ, ഇത് ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷമായ രൂപമാണ്. മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. അല്ല, ഇത് തറയിലിട്ടാൽ പൊട്ടിപ്പോവില്ലേ എന്ന്? തറയിലിട്ടാൽ പൊട്ടിപ്പോകുന്നത് ഈ ടൈം പീസാണ്, ഈ ജഡമാണ്. ഈ ജഡത്തിൻ്റെ ഉള്ളിൽ ജഡം നശിക്കുമ്പോഴും നശിക്കാതെ ബാക്കി നിൽക്കുന്ന ഒന്നുണ്ട്. അതിനെ ബുദ്ധി കൊണ്ട് പിന്തുടരണം. ബുദ്ധിയാണ് ഇത് ബ്രഹ്മമാണെന്ന് തീരുമാനിക്കേണ്ടത് എന്ന് ചുരുക്കം. അല്ലാതെ ഈ വസ്തുവിൽ കയറി പിടിമുറുക്കൽ. എനിക്ക് മണ്ണിനെ കാണണം, കളിമണ്ണിനെ കാണണം എന്ന് പറയുന്ന ഒരാളോട് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു അല്ലെങ്കിൽ ചട്ടിയോ കലമോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിൽ തൊട്ട് കാണിച്ചുകൊണ്ട് ഇതാണ് മണ്ണ് എന്ന് പറയുമ്പോൾ, മണ്ണെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലേ എന്ന്, ഉരുണ്ടിരിക്കുമെന്ന്. എടാ മണ്ട, അതല്ല. ഈ സാധനം മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ രൂപത്തിൽ ഇരിക്കുന്നത് മണ്ണാണ്. അല്ല, കുടം തറയിലിട്ടാൽ പൊട്ടിപ്പോകുമല്ലോ. എടോ, കുടം പൊട്ടും, മണ്ണ് പൊട്ടില്ല. കുടത്തിൻ്റെ ആകൃതിയാണ് പൊട്ടുന്നത്. നാമരൂപങ്ങളാണ് നശിക്കുന്നത്. നാമരൂപങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന സത്ത, അതിന് ഒരിക്കലും നാശമില്ല. ഈ നാമരൂപങ്ങൾ പൊന്തുന്നത് ആ അധിഷ്ഠാന സത്തയിലാണ്. നാമരൂപങ്ങളായി കാണപ്പെടുമ്പോഴും ആ അധിഷ്ഠാന സത്ത മാത്രമേ ഉള്ളൂ. ഈ നാമരൂപങ്ങൾ പൊടിഞ്ഞ് ഇല്ലാതായാലും അധിഷ്ഠാന സത്ത അതുപോലെ ഉണ്ടാവും. ഇതെന്തൊരാശ്ചര്യം! അപ്പൊ ഈ നാമരൂപങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വസ്തുവിലെ വെറും കാഴ്ച, മണ്ണിലെ വെറും രൂപങ്ങൾ മാത്രമാണ് മണ്ണുകൊണ്ടുള്ള പദാർത്ഥങ്ങളെല്ലാം. ഇപ്പോൾ നാമരൂപങ്ങളിൽ ശ്രദ്ധ പതിയുന്നവൻ പെടയും. ഏത് നാമരൂപമായാലും ശരി, അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരന്മാരുടെയോ ഭാര്യയുടെയോ കുട്ടികളുടെയോ ഈ ജഡങ്ങളെല്ലാം കുറേ നാമരൂപങ്ങൾ. ഇവയൊക്കെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു 50 കൊല്ലത്തിന് ശേഷം എല്ലാം ഇല്ലാതാവും. അവയിൽ കയറി പിടിമുറുക്കുന്നവൻ ദുഃഖിച്ചേ പറ്റൂ. നാമരൂപങ്ങൾ സത്യമല്ല എന്ന് തീരുമാനിക്കൂ. പുറകിലൊരു ജ്യോത്സ്യനിരുന്ന് ചിരിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ താത്പര്യമുള്ള ഒരാൾ, അദ്ദേഹം ചിരിക്കുന്നുണ്ട്. നവഗ്രഹങ്ങൾ പോലും ബ്രഹ്മത്തിലെ നാമരൂപങ്ങളാണ്. ഈ നവഗ്രഹങ്ങളെ അമ്മാനമാടുന്നത് ജഗതീശ്വരനാണ്. ആ ജഗതീശ്വരനെ പിടിക്കാതെ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ പുറകെ പോയി അവസാനം നമുക്കും അവർക്കും തമ്മിൽ അനാവശ്യമായ ഒരു പക, വിദ്വേഷം. എനിക്ക് ഈ ശനിയെ കണ്ട ഇഷ്ടമല്ല. ഇവനാണ് മനുഷ്യർക്ക് മുഴുവൻ ദുഃഖവും ദുരിതവും ഉണ്ടാക്കുന്നത്. ശനിയോടെ എന്തിനീ കോപം, എന്നോടെന്തിനീ പിണക്കം എന്ന് ശനി നമ്മോട് ചോദിക്കും. സാറ് തലയിൽ കയ്യും വെച്ചിരിക്കുകയാണ്. ഇവൻ പിന്നെയും തുടങ്ങി എന്നുള്ളതാണ്. ഒരു വരി പോലും ഇല്ല. എന്നോട് എന്തിനീ പിണക്കം, ഒരു 4-5 വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അലോസരം വേണ്ട, എന്നോട് ദേഷ്യം വേണ്ട. നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ചിത്ത് അചിത്തിന് കാരണമാവില്ല. ഇവ തമ്മിൽ ചേർന്ന് നിൽക്കാനേ സാധ്യമല്ല. ഇവ തമ്മിൽ അടുത്തടുത്തിരിക്കാനേ പറ്റില്ല. പിന്നെ എങ്ങനെ ഒന്ന് മറ്റേതിൻ്റെ കാരണമാകും? സാധ്യമല്ല എന്നർത്ഥം. പരമാണു സമൂഹായേ ജഗദിത്യപ്യവാസ്തവം ശശശൃംഗം ധനുഃപ്രഖ്യമജ്ഞാനാദഭിധീയതേ. ഇനി കണാദനെ പോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ കണസിദ്ധാന്തം അല്ലെങ്കിൽ അണുസിദ്ധാന്തം, ആറ്റങ്ങൾ ചേർന്നതാണ് പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വാദിക്കുന്നവർ, അവരാണ് പരമാണു കാരണവാദികൾ. പരമാണുവാണ് എല്ലാറ്റിൻ്റെയും കാരണം എന്ന് വാദിക്കുന്നവർ. ബൗദ്ധാദയ, അതിൽ ഈ കണാദന്മാരുമുണ്ട്. ബൗദ്ധന്മാർ
അവരും കണങ്ങളുടെ സംഘാതമാണ് വസ്തുക്കൾ എന്ന് വിശ്വസിക്കുന്നവരാണ്. പരമാണു സമൂഹായേ ജഗത് ഇത്യപ്യവാസ്തവം. ഈ സിദ്ധാന്തവും തെറ്റാണെന്നാണ്. പരമാണുക്കളുടെ ചേർച്ചയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് ഏതുപോലെയെന്നോ ശശശൃംഗം ധനുഃപ്രഖ്യം അജ്ഞാനാദഭിധീയതേ. മുയലിൻ്റെ കൊമ്പിനെ ഒരാൾ നോക്കിയിട്ട് പറയാണ്, ഇത് വില്ലാണ്. മുയലിൻ്റെ കൊമ്പിന് വില്ല് എന്ന് ഒരാൾ തെറ്റിദ്ധരിക്കുന്നു. മുയലിൻ്റെ കൊമ്പ് എന്നുള്ള സിദ്ധാന്തം, ആ ഒരു ആശയം തന്നെ തെറ്റാണ്. കാരണം മുയലിന് കൊമ്പില്ല. മുയലിൻ്റെ കൊമ്പിനെ ഒരാൾ വില്ലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ്. പരമാണുക്കൾ പോലും ഭ്രമമാണെങ്കിൽ പരമാണുക്കൾ ചേർന്നതാണ് ഈ ജഗത്ത് എന്ന ബൗദ്ധന്മാരുടെയും മറ്റും വാദത്തിൽ എന്ത് കഴമ്പാണുള്ളത്? കണങ്ങൾ തന്നെ ഇവിടെ ഇല്ല, ഭ്രമമാണ്. ഈ കണങ്ങളുടെ സംഘാതമാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് കരുതുന്നതിൽ പരം വിഡ്ഢിത്തം മറ്റൊന്നുമില്ല. അതയേവ പരമാണു കാരണവാദിനഃ ബൗദ്ധാദയോപ്യപാസ്താഹ. അതുകൊണ്ട് പരമാണുക്കളാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം എന്ന് വാദിക്കുന്ന ബൗദ്ധന്മാരെ പോലെയുള്ളവർ, അവരെയും നമ്മൾ പരാജയപ്പെടുത്തി കഴിഞ്ഞു. കാരണം അവരുടെ സിദ്ധാന്തത്തിലും കഴമ്പില്ല. അതീന്ദ്രിയ സമൂഹസ്യ ഐന്ദ്രിയകത്വ അദർശനാദിത്യാശയേനാഹ. അതീന്ദ്രിയമായ ഒന്നിനെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ സാധ്യമല്ല. അതീന്ദ്രിയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇന്ദ്രിയ അതീതം, ഇന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറത്തുള്ളത്. അതിനെ എങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ പറ്റും? അതീന്ദ്രിയമായതാണ് ഈ ആത്മതത്വം. ഈ ആത്മതത്വം ഇന്ദ്രിയ വിഷയമായ അണുക്കൾ, ആ അണുക്കളാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം. ഈ വാദത്തിൽ അല്പം പോലും കഴമ്പില്ല. കാരണം ബോധത്തിൽ ഊർജമോ ഊർജത്തിൻ്റെ കട്ടിപിടിച്ച രൂപമായ കണങ്ങളോ ഉണ്ടാവാൻ സാധ്യമല്ല. അസംഭവ്യമായത്, ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഉള്ളതായി കരുതി ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചാൽ അതെങ്ങനെ ബുദ്ധിയുള്ള ഒരാൾ സ്വീകരിക്കും? ചിന്താശേഷിയുള്ള ഒരാൾക്ക് അതെങ്ങനെ സ്വീകാര്യമായി തീരും? ഒരിക്കലും അത് സ്വീകരിക്കരുത്. നല്ലപോലെ ചിന്തിച്ചു നോക്കുക. അതീന്ദ്രിയ സമൂഹസ്യ, ഈ കണങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇന്ദ്രിയങ്ങൾക്ക് ദൃശ്യമായ ഒന്നല്ല, ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഈ മേശ പരമാണുക്കളുടെ സമൂഹമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പരമാണുവിനെ ഈ മേശയിൽ കണ്ടു നോക്കൂ. കണ്ടിട്ടാണോ നിങ്ങൾ പറയുന്നത്? ശാസ്ത്രം പറയുന്നു, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാം ആറ്റങ്ങളാൽ നിർമ്മിതമാണ്, പരമാണുക്കളുടെ സംഘാതമാണ് ദ്രവ്യം. ഈ നമ്മെ പഠിപ്പിച്ച അധ്യാപകൻ ഒരു അണുവിനെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടാണോ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ല, ഇതൊക്കെ ഒരു ശാസ്ത്രം. അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, നമ്മളത് കേട്ട് പഠിക്കുന്നു, അത് വിശ്വസിക്കുന്നു. നമ്മൾ ആരും നമ്മുടെ ചിന്താശേഷിയെ വിനിയോഗിക്കുന്നില്ല. ഇന്ദ്രിയങ്ങൾക്കതീതമായ കണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് ദ്രവ്യം അല്ലെങ്കിൽ പ്രപഞ്ച പദാർത്ഥങ്ങൾ. ഇത് എവിടുത്തെ സിദ്ധാന്തമാണ്? നിങ്ങൾ ഒന്നിനെ കണ്ടിട്ട് അല്ലെങ്കിൽ അനുഭവിച്ചിട്ട് പറയൂ. അനേകം പരമാണുക്കൾ ചേർന്ന് ദ്രവ്യമുണ്ടായതിനെ കണ്ട ആ ഏതെങ്കിലും ശാസ്ത്രജ്ഞനോ തത്വദർശിയോ ഇവിടെ ഉണ്ടോ? പണ്ട് മുദ്രാവാക്യം വിളിച്ചത് ഓർമ്മ വരുന്നുണ്ട്. ഞാനല്ല, എൻ്റെ കൂട്ടുകാർ വിളിച്ചത്. കണ്ടവരുണ്ടോ, കണ്ടവരുണ്ടോ. പിന്നെ ഓരോന്നും അതിൻ്റെ കൂടെ പരിവാരങ്ങളായിട്ട് മറ്റുള്ളവയൊക്കെ വരും. ഏത് പാർട്ടിയാണോ തോറ്റത് ആ പാർട്ടിയുടെ പേരും പറഞ്ഞ് കണ്ടവരുണ്ടോ, കണ്ടവരുണ്ടോ. ആരാണവിടെ ചെടിയുടെ മറവിൽ, അയ്യോ ഞാനാ നന്നൻ. അവിടെ നിങ്ങൾക്ക് KSU എന്നോ SFI എന്നോ കൂട്ടിച്ചേർക്കാവുന്നതാണ്. തോറ്റുപോയ ഒരുത്തൻ തോറ്റു, നീ ജയിച്ചു, നാളെ നീ തോക്കും, അവൻ ജയിക്കും. എന്തിനീ വെപ്രാളവും ഈ കോലാഹലവും ഘോഷയാത്രയും ഒക്കെ?
ഒരു മത്സരമായാൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആ മത്സരത്തിന് അർത്ഥമില്ല. ഒരു ഫുട്ബോൾ മാച്ച് സമനിലയിൽ പിരിഞ്ഞു, പിന്നെ ഈ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തവനൊക്കെ ഈ സമനിലയിൽ പിരിഞ്ഞ കളി കാണാനാണോ അവരൊക്കെ വരുന്നത്? ജേതാക്കളാരെന്നറിയണം, ആര് ജയിച്ചു. അപ്പൊ ഇതൊക്കെ അതായത് എതിരാളിയെ തേജോവധം ചെയ്യുക. ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാനാണ് ജയിച്ചതെങ്കിൽ നാളെ ഞാൻ തോൽക്കും, മറ്റേവൻ ജയിക്കും. ഇത് മനസ്സിലാക്കണ്ടേ? സംസാരം എന്ന് പറയുന്നത് ഒരു ചക്രം പോലെയാണ്. താഴെയുള്ള ഭാഗം മുകളിലേക്ക് വരും, മുകളിലുള്ള ഭാഗം താഴേക്ക് പോകും. ഇതിൽ ഇത്ര ആർത്തട്ടഹസിക്കാൻ മാത്രം എന്തുണ്ട്? ഈ കണങ്ങളെ തന്നെ ആരും കണ്ടിട്ടില്ല. അവരാണ്, കണങ്ങളാണ് പ്രപഞ്ച പദാർത്ഥങ്ങളുടെ കാരണം, കണങ്ങളാൽ നിർമ്മിതമാണ് ദ്രവ്യം എന്ന് വാദിക്കുന്നത്. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പക്ഷെ ഇതൊക്കെ വലിയ വലിയ സിദ്ധാന്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആധുനിക ശാസ്ത്രവും അവതരിപ്പിച്ചിട്ടുണ്ട്, പുരാതന ദർശനങ്ങളും ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരാരും അണുക്കളെ കണ്ടിട്ടില്ല. ഇതൊക്കെ അവരുടെ സിദ്ധാന്തത്തിൽ മാത്രമേ ഉള്ളൂ. എന്താ തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഈ ആറ്റത്തിന് അതിശക്തമായ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിലൂടെയാണ് കാണാൻ പറ്റുക. പക്ഷേ ഈ കണസിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഈ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടല്ല ഈ കണസിദ്ധാന്തത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ്. പിന്നീട് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ആ ഉപകരണം കണ്ടുപിടിച്ചപ്പോൾ, അതിലൂടെ നോക്കിയപ്പോൾ ഈ അതിസൂക്ഷ്മങ്ങളായ കണങ്ങളെ കാണാൻ പറ്റി. അതുകൊണ്ട് മാത്രം കണങ്ങളാൽ നിർമ്മിതമാണ് ദ്രവ്യം എന്ന് കരുതാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ദൃശ്യം മായയാണ്. കാണുന്നവനാണ് സത്യം. കാണുന്ന ശാസ്ത്രജ്ഞന്റെ ഉള്ളിലെ ബ്രഹ്മമാണ് സത്യം. കണങ്ങളുടെ കാഴ്ച കള്ളമാണ്. പിന്നെ ഇതൊക്കെ മായയുടെ ഓരോ തലങ്ങളാണ്. അണുക്കൾ സംയോജിച്ച് തന്മാത്രകൾ സംയോജിച്ച് സംയുക്തങ്ങൾ. ഒരു രണ്ട് മൂലകങ്ങളുടെ തന്മാത്രകൾ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ശാസ്ത്രം തെളിയിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ദൃശ്യം തന്നെ മായ എന്ന തത്വത്തെ അംഗീകരിച്ചാൽ ഇതൊന്നും വാസ്തവമല്ല. എന്തായാലും ബൗദ്ധന്മാരും ഈ കണാദ മഹർഷി അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണങ്ങളെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ആധുനിക ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങളിലൂടെ അദ്ദേഹം കണങ്ങളെ കാണാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം അന്ന് സയൻസ് ഇത്രയൊന്നും ഡെവലപ്പ് ആയിട്ടില്ല, വികസിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ അല്ലെങ്കിൽ സൂക്ഷ്മദൃഷ്ടിയിൽ അദ്ദേഹം ഒരുപക്ഷെ ഈ കണങ്ങളെ കണ്ടു എന്ന് വരാം, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്ഥൂലമായി കാണപ്പെടുന്നതും സൂക്ഷ്മമായി കാണപ്പെടുന്നതും എല്ലാം ഒരുപോലെ കള്ളമാണ്. ദൃശ്യം മായയാണ്, ദൃക്ക് മാത്രമാണ് സത്യം. അതുകൊണ്ട് ബ്രഹ്മം മാത്രമാണ് സത്യം എന്നുള്ള സിദ്ധാന്തത്തെ മുറുകെ പിടിക്കുക. മറ്റുള്ള ഒന്നിലും ഭ്രമിച്ചു പോകരുത്. എത്ര ദിവ്യമായ ദർശനമായാലും ശരി, ഭഗവാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ഉള്ളിലായിരിക്കും എപ്പോഴും അങ്ങനെ പ്രത്യക്ഷപ്പെടുക. നല്ലതുപോലെ മനസ്സിലായിക്കോളൂ. ധ്രുവൻ എന്ന ആ കൊച്ചു ബാലകൻ തപസ് ചെയ്തപ്പോഴും ആദ്യം ഉള്ളിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് മറഞ്ഞുപോയി. ധ്രുവന് വല്ലാത്ത സങ്കടം തോന്നി. അയ്യോ, ഉള്ളിൽ കണ്ട ആ ദിവ്യ രൂപം അപ്രത്യക്ഷമായല്ലോ എന്ന് വിചാരിച്ച് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മുമ്പേ നിൽക്കുന്നു. എന്തിനാണ് ഈ കഥ എഴുതി വെച്ചത്? പ്രപഞ്ചം ആദ്യം സങ്കല്പ രൂപത്തിലാണ് പൊന്തുന്നത്. പിന്നെ നിങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ നോക്കുമ്പോൾ പുറമേ എന്ന പോലെ നിങ്ങൾ പ്രപഞ്ചത്തെ കാണും. അത് വെറും കള്ളമാണ്,
അത് കാഴ്ചയാണ്. കാഴ്ചകൾ സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമാണ്. സങ്കല്പം മനസ്സിലധിഷ്ഠിതമാണ്. മനസ്സ് ബുദ്ധിയിലധിഷ്ഠിതമാണ്. ബുദ്ധി അഹങ്കാരത്തിൽ അധിഷ്ഠിതമാണ്. അഹങ്കാരം അജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. അജ്ഞാനം ഏതിൽ അധിഷ്ഠിതമെന്ന് ചോദിച്ചാൽ അജ്ഞാനത്തിൻ്റെ അധിഷ്ഠാനം ജ്ഞാനമാണെന്ന് പറയരുത്. ഇരുട്ടിൻ്റെ ആസ്ഥാനം സൂര്യനാണ് എന്ന് പറയുന്നത് പോലെ വിഡ്ഢിത്തമാണത്. അജ്ഞാനത്തിൽ നിന്നാണ് എല്ലാം പൊന്തുന്നത്. എന്താണ് ഈ അജ്ഞാനം? ജ്ഞാനം പ്രകാശിക്കാത്ത ഒരു അവസ്ഥ, അത്രയേ ഉള്ളൂ. അതൊരു വസ്തുവല്ല. ജ്ഞാനം പ്രകാശിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ ജ്ഞാനം കൊണ്ട് നീങ്ങിക്കിട്ടും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാകും. എന്താണ് പ്രപഞ്ചത്തിൻ്റെ സത്യം? പ്രപഞ്ചത്തിൻ്റെ സത്യം ആത്മാവാണ്. അല്ല. പ്രപഞ്ചം ആത്മാവിൽ നിന്നുണ്ടായതല്ല. ആത്മാവിൽ ഭ്രമരൂപത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് എന്ന വാദവും ശരിയല്ല. സത്യം എന്താണെന്ന് പറയട്ടെ. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ആത്മാവാണ്. അതാണ് സത്യം. ആത്മാവിൽ നിന്നുണ്ടായതല്ല. ആത്മശക്തിയായ മായയുടെ സൃഷ്ടിയുമല്ല ഈ പ്രപഞ്ചം. പ്രപഞ്ചം എന്നൊന്ന് ആത്മഭിന്നമായിട്ടില്ല. ആത്മാവ് തന്നെ പ്രപഞ്ചമായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഋഷി പറഞ്ഞത് സർവം ഖൽവിദം ബ്രഹ്മ. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ. ഇവിടെ കാണുന്ന പലതും സൃഷ്ടിക്കപ്പെട്ടതാണ്, പലതും നശിക്കാനുള്ളവയാണ്. ഇതിനെ എങ്ങനെയാണ് ഋഷി ബ്രഹ്മമെന്ന് പറയുക? ഈ പുറമേയുള്ള ഈ നാമരൂപങ്ങളെ അല്ല അദ്ദേഹം ബ്രഹ്മം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഏതർത്ഥത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നമ്മൾ ഏതർത്ഥത്തിലാണ് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നത്, അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് പിടികിട്ടാത്തത്. എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിജീവി ഉടനെ എഴുന്നേറ്റ് ചോദിക്കും, ബ്രഹ്മം ഏകമല്ലേ? അതിൽ എല്ലാം എന്നുള്ള ആശയം എങ്ങനെ ഉണ്ടാവും? ബ്രഹ്മത്തിൽ അതുമാത്രമല്ലേ ഉള്ളൂ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയാൻ കഴിയും? പിന്നെ അല്ലാതെ ഞങ്ങൾ എന്തോ പറയണം? ദക്ഷിണാമൂർത്തിയെ പോലെ കയ്യും കെട്ടി വായും പൊത്തി അങ്ങനെ ഇരുന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും മനസ്സിലാവും? ദേ ഒന്നേ ഉള്ളൂ, ഇരിക്കണമെങ്കിൽ ഇരിക്കാം, വീട്ടിൽ പോകേണ്ടവർക്ക് പോവാം. അതല്ലല്ലോ അതിൻ്റെ ശരി. നിങ്ങൾ ഏതൊക്കെ നാമരൂപങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നു, സൂര്യചന്ദ്രന്മാരിൽ തുടങ്ങി അമീബ വരെ, ഒരു പുൽക്കൊടി വരെ, ഒരു പുഴുവോ കൃമിയോ വരെയുള്ള സകല ശ്രേഷ്ഠവും നികൃഷ്ടവുമായ ദൃശ്യങ്ങളിൽ ആത്മാവ് വ്യാപിച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞത് ദൃശ്യം ഭ്രമമാണ് എന്നാണല്ലോ. ഇപ്പം ഈ ദൃശ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതാണ് ആത്മാവ് എന്ന് സംസാരിച്ചാൽ ദൃശ്യത്തെ അല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ സുഹൃത്തുക്കളെ? നിങ്ങൾ കാണുന്നത് ദൃശ്യത്തെ അല്ലേ? ഈ ദൃശ്യത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മൾ തൽക്കാലം കാണുന്നില്ല. ഇപ്പോൾ ദൃശ്യത്തെ കാണുന്ന ഒരാളോട് ഈ ദൃശ്യങ്ങൾക്കും ആത്മാവിനും തമ്മിലുള്ള ബന്ധം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം? ഈ ദൃശ്യങ്ങളിൽ ഉടനീളം വ്യാപിച്ചു നിൽക്കുന്ന സത്യം എന്നല്ലാതെ വേറെ എന്തോ ചെയ്യണം? ഇതിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുക. അത് എപ്പോഴെങ്കിലും ഈശ്വര കൃപ കൊണ്ട് ആ ജ്ഞാനം ഉള്ളിൽ തെളിയും, അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ്. പക്ഷെ അതല്ല ആചാര്യന്മാരുടെ രീതി. എങ്ങനെയെങ്കിലും വാക്കുകളിലൂടെ, വാക്കുകൾക്ക് അതീതമായ സത്യത്തെ അവർ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. ദൃശ്യങ്ങളെ കാണിച്ചുകൊണ്ട് ദൃശ്യങ്ങൾക്കപ്പുറത്തുള്ള, അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ ആകമാനം വ്യാപിച്ചു നിൽക്കുന്ന ആ പരമാത്മ തത്വത്തെ വിവരിച്ചു തരാൻ നോക്കുന്നു. അവരുടെ കരുണയ്ക്ക് അതിരുണ്ടോ? അതവരുടെ അതിരറ്റ കാരുണ്യത്തിൻ്റെ ഫലമല്ലേ? അവരുടെ വാക്കിൽ കുറ്റം കണ്ടുപിടിക്കുക, അവരെ ചോദ്യം ചെയ്യുക. ആശാനേക്കാളും വലിയ ശിഷ്യനാവാൻ ശ്രമിക്കരുത്. ഇതിനപ്പുറത്തുള്ള യുക്തിചിന്ത ചെയ്തിട്ടാണ് നമ്മുടെ ലെവലിലേക്ക് അവർ ഇറങ്ങി വന്ന് ഈ സത്യത്തെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം.
അല്ലാതെ വാക്കുകൾക്ക് എപ്പോഴും പരിമിതിയുണ്ട്. വാക്കുകളിലൂടെ ഈ സത്യത്തെ പൂർണ്ണമായി വിവരിക്കാൻ സാധ്യമല്ല. മൗനമാണ് ആത്മതത്വത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വിശദീകരണം.